Hi guys, welcome back to my channel. ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ എൻ്റെ മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാൻ ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അറിയാലോ, എൻ്റെ നല്ല ചുരുണ്ട മുടിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഞാൻ രമ്യ ഹരിശങ്കർ സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഞാൻ ചെയ്തത്, നന്നായിട്ട് ഞാൻ തല ഷാമ്പൂവും കണ്ടീഷണറും ഉപയോഗിച്ചിട്ട് കഴുകിയിട്ടുണ്ട്. ഞാൻ ഇന്നലെ രാത്രി കഴുകിയതാണ്, അതായത് ഈ വീഡിയോ എടുക്കുന്നതിന് തലേ ദിവസം കഴുകിയിട്ട് കിടന്നുറങ്ങി. ഇത് പിറ്റേ ദിവസം രാവിലെയാണ്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ചെയ്യുന്നത് ഒരു സെറം അപ്ലൈ ചെയ്യണം. ഇത് ലോറിയലിൻ്റെ നല്ല അടിപൊളി സെറമാണ് കേട്ടോ. ഇതുവരെ യൂസ് ചെയ്തതിൽ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ലൊരു സെറമാണ്. എല്ലാവർക്കും യൂസ് ചെയ്യാം. മുടി നല്ല സൂപ്പർ സോഫ്റ്റായിട്ട് നല്ലൊരു സെറമാണ്. സോ ഞാൻ കണ്ടല്ലോ, ലെഫ്റ്റും റൈറ്റും തലതിരിച്ചിട്ടും ഒക്കെ ഞാൻ എല്ലാ ഭാഗത്തേക്കും ഈ സെറം ഓരോ മുടിയിടയിലേക്കും അപ്ലൈ ചെയ്യുകയാണ്. കാരണം നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മുടി കേടുവരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നന്നായിട്ട് സെറം തേച്ച് കൊടുക്കുന്നത്. മുടിയിടകളിലും മാത്രം തേച്ച് കൊടുക്കുക, തലയൊട്ടിയിലൊന്നും തേക്കരുത് സെറം. അപ്പോൾ വെറും മുടിയിൽ കണ്ടില്ലേ, മിഡിൽ സെക്ഷൻ തൊട്ടിട്ടാണ് ഞാൻ ചെയ്യുന്നത്. എന്നിട്ട് മുടി ഞാൻ രണ്ടായിട്ട് ഹാഫാക്കി ഇട്ടിട്ടുണ്ട്. നടുവക എടുത്തിട്ട് ബാക്കൊന്നും രണ്ടാക്കിയിട്ട് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നന്നായിട്ട് മുടി ചീവുകയാണ്. സെറമൊക്കെ നന്നായിട്ട് എത്തുകയും വേണം. അതുമാത്രമല്ല, ചെടയൊന്നും പാടില്ല. നന്നായിട്ട് ഒന്ന് ചീവി കൊടുക്കുക. അതിനുശേഷം ഞാനിവിടെ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് ടോണി ആൻഡ് ഗൈയുടെ ഒരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ ആണ്. അപ്പോൾ അത് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മുടി ചീവി, എന്നിട്ട് ഞാൻ മുടി വീണ്ടും ഹാഫാക്കിയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു ഭാഗം ഞാൻ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് അല്ലെങ്കിൽ ഒരു ക്ലിപ്പോ എന്തെങ്കിലും ഇട്ടിട്ടൊന്ന് ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് വീണ്ടും മറ്റേ ഹാഫ് ഞാൻ വീണ്ടും നമുക്ക് 3 or 4 ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യാം, ഓരോരുത്തരുടെ മുടിയുടെ തിക്നെസ് അനുസരിച്ചിട്ട്. എന്നിട്ട് ചെറിയ ചെറിയ പോർഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ ആദ്യം ഹീറ്റ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ യൂസ് ചെയ്യുന്നത് നമ്മുടെ ഫിലിപ്സിൻ്റെ സാധാരണ ബേസിക് ആയിട്ടുള്ള സ്ട്രെയിറ്റ്നറാണ്. നമുക്ക് എനിക്ക് തോന്നുന്നു 1000 rupees താഴെയുള്ളൂ ഈ ഒരു സ്ട്രെയിറ്റ്നർ. അപ്പം ഞാനെപ്പോഴും ചെയ്യുന്നത് ഇതേപോലെ ഒരു ഫ്ലാറ്റ് കോമ്പാണ് അടിയിൽ സപ്പോർട്ടിന് വെക്കുന്നത്. അത് ചീവിക്കൊണ്ട് കണ്ടില്ലേ ഞാനിങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്, അതങ്ങനെ പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ സ്ട്രെയിറ്റ്നർ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഒരു 2 or 3 പ്രാവശ്യം ചിലപ്പോൾ ചെയ്യേണ്ടി വരും. കാരണം എൻ്റെ നല്ല ചുരുണ്ട മുടിയാണ്. ഒരു മറ്റേ പെളിമണിയുടെ മാതിരി ചുരുണ്ടല്ല, ബട്ട് എന്നാലും നല്ല ചുരുണ്ട മുടിയാണ് എൻ്റെ. വേവി ഹെയർ അല്ല, അതിനെക്കാട്ടിലും ചുരുണ്ട മുടിയാണ്. അപ്പം എനിക്ക് 2-3 പ്രാവശ്യം ചെയ്താലേ കറക്റ്റായിട്ടുള്ള നിൽക്കുള്ളൂ. പിന്നെ അടുത്ത വാഷ് വരെ അത്യാവശ്യം നല്ലോണം നിൽക്കും. പക്ഷെ എന്നാലും എനിക്ക് ഉറങ്ങി എണീച്ച ശേഷം ചിലപ്പോൾ അത് പോവാറുണ്ട്. ചിലപ്പോൾ ഈ ഒരു സ്ട്രെയിറ്റ്നറിൻ്റെ ആയിരിക്കും കുറച്ചുകൂടെ നല്ല സ്ട്രെയിറ്റ്നർ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു അടുത്ത വാഷ് വരെയൊക്കെ നന്നായിട്ട് നിൽക്കും. അപ്പോൾ ഞാൻ ചെയ്യുന്നത് കണ്ടല്ലോ, ഓരോ ചെയ്തത് പിന്നാമ്പുറത്തേക്ക് ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സെക്ഷനെ തന്നെ 3 or 4 ആക്കിയിട്ട് ചെറിയ പാർട്ട് സെക്ഷനാക്കിയിട്ട് മുടിയെടുത്തിട്ട് ഞാൻ അടിയിൽ കോമ്പ് സപ്പോർട്ട് ചെയ്തിട്ട് അത് ഹീറ്റ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ചെറിയ ഇതിലും ചെറുതാക്കി മുടി സ്ട്രെയിറ്റൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം കേട്ടോ, കുറച്ചുകൂടെ നന്നായിട്ട് നിൽക്കും. എനിക്ക് അത്ര ക്ഷമയില്ല, അതുകൊണ്ട് ഞാനിങ്ങനെയാണ് എപ്പോഴും ചെയ്യുന്നത്. അപ്പം ഇല്ലാതെ നോക്കണം കേട്ടോ, മാക്സിമം കെട്ടൊന്നും ഇല്ലാത്ത നല്ല സ്മൂത്തായിട്ട് വരാൻ വേണ്ടിയിട്ട് നോക്കണം. അതുകൊണ്ട് ചീവി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. ഓക്കെ, അറ്റം വരെ കൊടുക്കണം കേട്ടോ ഹീറ്റ്. തലയൊട്ടിയിലും ഹീറ്റ് അപ്ലൈ ചെയ്യരുത്, ലെങ്ത്തിൽ മാത്രമേ മുടിയിടയിലും മാത്രമേ നമ്മൾ ഹീറ്റ് അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ ശരിയായില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഓടിക്കാം. ഇപ്പോൾ ഒരു ഹാഫ് കഴിഞ്ഞു, അത് ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. നമ്മളിനി കെട്ടിയിട്ട ഹാഫ് അഴിച്ചിട്ട് വീണ്ടും അത് 3 or 4 സെറ്റാക്കി ഡിവൈഡ് ചെയ്യുക. എന്നിട്ട് അതേപോലെ തന്നെ നമ്മൾ കോമ്പ് ബാക്കിൽ സപ്പോർട്ട് അടിയിൽ സപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് സ്ട്രെയിറ്റ്നർ ഒടിച്ചു കൊടുക്കുക. കണ്ടില്ലേ, ചെയ്തതും ചെയ്യാത്തതും വ്യത്യാസം കണ്ടോ.
നമുക്ക് നന്നായിട്ട് നല്ല വിസിബിളായിട്ട് കാണുന്നുണ്ട് ചെയ്ത മുടിയും ചെയ്യാത്ത മുടിയും കാണുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ നമ്മൾ ഇപ്പോൾ ഒരു ഹാഫ് ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. ഇതേപോലെ നമ്മൾ മറ്റേ ഹാഫും ചെയ്യണം. രണ്ടും ഹാഫും ചെയ്ത ശേഷം ഞാൻ നടുവിൽ ഒന്നുകൂടെ അതൊന്ന് ഓടിച്ചു കൊടുക്കും. ഞാൻ കാണിച്ചു തരാം. ആ ഒരു ക്രൗൺ പാർട്ട് ഞാൻ ഒന്നുകൂടെ ഒന്ന് ചെയ്യും. അത് ഞാൻ കാണിച്ചു തരാം. കാരണം നമ്മുടെ ഫ്രണ്ടിൽ കുറച്ചുകൂടി ചെറിയ മുടികളുണ്ട്. എനിക്ക് നല്ലോണം പുതിയ മുടികൾ നിറയെ മുളച്ചും വരുന്നുണ്ട്. സോ അത് ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും ആ ക്രൗൺ പാർട്ട് മാത്രം, ആ ഫ്രണ്ട് പാർട്ട് മാത്രം എടുത്തിട്ട് ഞാൻ വീണ്ടും ഒന്നുകൂടെ സ്ട്രെയിറ്റൻ ചെയ്യുന്നുണ്ട്. ഞാൻ ഈ ഒരു ഹാഫ് ചെയ്ത് മറ്റേ ഹാഫും ചെയ്ത് കഴിഞ്ഞ ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഒരു ഹാഫ് കഴിഞ്ഞു. ഇനി മറ്റേ ഹാഫ് ചെയ്യട്ടെ, അതിന് ശേഷം കാണിച്ചു തരാം. കണ്ടോ, രണ്ടിൻ്റെയും ഡിഫറൻസ് കണ്ടോ? ചെയ്ത മുടിയും ചെയ്യാത്ത മുടിയുടെയും ഡിഫറൻസ് കണ്ടോ? ഇനി മറ്റേ ഹാഫും ചെയ്ത ശേഷം ഞാൻ ഫ്രണ്ട് പാർട്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത് കാണിച്ചു തരാം. ഇനി നമുക്ക് അപ്പം ഞാൻ മറ്റേ ഭാഗവും ഇതേപോലെ സ്ട്രെയിറ്റൻ ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ ഫ്രണ്ട് പാർട്ട് ഒന്നുകൂടെ ഒന്ന് സ്ട്രെയിറ്റൻ ചെയ്യാൻ പോവുകയാണ്, കറക്റ്റായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതേപോലെ ഫ്രണ്ടിലത്തെ മുടി മാത്രം ഞാൻ കോംപ് ചെയ്ത് എടുത്തിട്ടുണ്ട്. കണ്ടല്ലോ ഞാൻ ചെയ്യുന്നത്. ചെറിയൊരു സെക്ഷൻ എടുത്തിട്ടുണ്ട്. ബാക്കി എല്ലാ മുടിയും ഞാൻ ബാക്കിലേക്ക് ഇട്ടിട്ടു. കണ്ടോ, ബാക്കിലേക്ക് ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാ കോംപ് അടിയിൽ കൂടെ ഒടിച്ച് കൊടുത്തിട്ടുണ്ട്. അതേമാതിരി എൻ്റെ കൂടെ തന്നെ സപ്പോർട്ടായിട്ട് നമ്മുടെ സ്ട്രെയിറ്റ്നറും ചെയ്യുന്നുണ്ട്. ഇതേമാതിരി എല്ലാ മുടിയും ഞാൻ ഫ്രണ്ടിലത്തെ നമ്മളെടുത്ത ഫുൾ സെക്ഷൻ ഞാൻ ചെയ്യാണ്. കണ്ടോ, അപ്പോൾ ഫ്രണ്ട് നല്ല സ്ട്രെയിറ്റായിട്ട് കടന്നോളും. ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് മുടി ചീവി കൊടുക്കാം. കണ്ടോ, എൻ്റെ മുടി സ്ട്രെയിറ്റൻ ആയിട്ടുണ്ട്. എൻ്റെ നല്ല ചുരുണ്ട മുടി ആയതുകൊണ്ട് ഞാൻ ഒന്നുകൂടെ സെറം അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ അതേപോലെ തിരിഞ്ഞ് അതേപോലെ കുറച്ച് ഒരു 1-2 മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും അതേപോലെ ചുരുണ്ട് കയറും. അപ്പോൾ ഒന്നുകൂടെ ഞാൻ സെറം അപ്ലൈ ചെയ്യുകയാണ് മുടിയുടെ ഇടയിലേക്ക്. ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്ട്രെയിറ്റ്നർ പരിപാടി. മുടി സ്ട്രെയിറ്റൻ ചെയ്യുന്നത് ഇങ്ങനെയാണ് ഞാൻ. സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനി ഇത് എനിക്ക് ഏകദേശം പിറ്റേ ദിവസം വരെ എനിക്ക് നിൽക്കും. കാരണം എൻ്റെ ചുരുണ്ട മുടി ആയതുകൊണ്ട്. അത്യാവശ്യം വേവി ഹെയറൊക്കെ ആണെങ്കിൽ അടുത്ത വാഷ് വരെ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കിടക്കും കേട്ടോ. അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ബൈ ബൈ.